ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സിനിമാ കൊട്ടകയിലേക്ക് സ്വാഗതം. തുടരും സിനിമയുടെ അറൈവൽ ടീസർ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ലാലേട്ടൻ നായകനാവുന്ന തരുൺ മൂർത്തി സിനിമയാണ്. അപ്പം ഇതിന്റെ റിലീസ് ഏപ്രിൽ 25-നാണ്. അപ്പം ശോഭനയും മോഹൻലാലും വളരെ കാലത്തിന് ശേഷം ഒന്നിക്കുന്ന സിനിമയാണ്. അപ്പോൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ ഇതിന്റെ അറൈവൽ ടീസർ നമുക്ക് കാണാം. ആ താടി തൊട്ട കൈ ഞാൻ വെട്ടും. ആ താടി അവിടെ ഇരുന്ന ആർക്കാ പ്രശ്നം? വെട്ടണമെങ്കിൽ ഞാൻ പറയാം. இந்த தாடி இருந்த ஆர்க்கடா பிரச்சனை வெட்டந்தில்ல டேய் இந்த தாடி இருந்த ஆர்க்கடா பிரச்சனை ஆர்க்கடா பிரச்சனை ആർക്കാ പ്രശ്നം? മോഹൻലാൽ ഫാൻസിന് തന്നെയാണ്. എന്തായാലും ഇതിലെ സ്ഥാനം ഇവന്റെ സിനിമകളെല്ലാം കുറച്ചുകൂടെ ഇങ്ങനത്തെ പടങ്ങളാണ്, നല്ല അഭിപ്രായം കിട്ടുന്ന പടങ്ങളാണ്. പിന്നെ എല്ലാരും കുറെ ആൾക്കാർ ദൃശ്യമൊക്കെ പ്രതീക്ഷിച്ചിരിപ്പുണ്ട്. അതും പ്രതീക്ഷിച്ചൊന്നും ആരും വഴിക്ക് പോരുത്. എന്റെ സംവിധായകൻ തന്നെ പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ഇന്റർവ്യൂ. ദൃശ്യം 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഇറങ്ങാൻ. ദൃശ്യം കാണണം എന്നുള്ളവര് 3-ന് വേണ്ടി വെയിറ്റ് ചെയ്ത് പോയി കാണുക. ദൃശ്യം മോഡൽ സിനിമ എന്ന് കുറെ പേര് ഇങ്ങനെ പറയുന്നുണ്ട്. ആവശ്യമില്ലാത്ത മോഡൽ സിനിമയൊന്നും അല്ല. അതിനും ലാലേട്ടൻ പറഞ്ഞത് മറ്റേ ദൃശ്യം മോഡൽ ഇത് ഉദ്ദേശിച്ചത് ഫാമിലി സെറ്റപ്പ് വെച്ചിട്ടാണ്. അല്ലാതെ ഭയങ്കര ട്വിസ്റ്റും ഇതൊക്കെ പ്രതീക്ഷിക്കുന്നു. ദൃശ്യം കുറെ എണ്ണം പോകുന്ന അങ്ങനെ ആയിരിക്കും. ആരെ കൊന്ന് മൂഴിച്ചു കൂടുന്ന എവിടെയും കാറിൽ കൊണ്ടുപോകും. അതൊക്കെ ഓർത്തായിരിക്കും എന്നും വിചാരിച്ച് അങ്ങോട്ടൊക്കെ പോയാൽ നിരാശപ്പെടേണ്ടി വരും. കണ്ടു കഴിഞ്ഞിട്ട് നമുക്കറിയാലോ. ഒന്നാമത് മറ്റേ ഒരു ഫസ്റ്റ് ട്രെയിലർ ലാസ്റ്റ് ഒരു ഷിഫ്റ്റ് വരുന്നുണ്ടല്ലോ അതിന്റെ അകത്ത്. അത് കണ്ട അതോടെ എല്ലാരും സീരിയസ് ആവുന്നത് കാണിച്ചായിരുന്നു. ഇതിനകത്ത് പറഞ്ഞേക്കുന്നതെല്ലാം സംവിധാനം പറഞ്ഞത് മൊത്തം ഇമോഷനും ഇതൊക്കെ ഉണ്ട്. എന്നാ ഫാമിലി സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരു സിനിമ. ആ ഒരു രീതിയിലാണ് മോഹൻലാൽ ഉദ്ദേശിച്ചത്. നല്ല ഒരു തരുൺ മൂർത്തി സിനിമ ആയാൽ മതി. അതെ, ഒരു തരുൺ മൂർത്തി പക്ക സിനിമ ആയാൽ മതി. ഇവിടെ എന്തായാലും മറ്റേ ഓപ്പറേഷൻ ജാവേ, പിന്നെ സൗദികളിലേക്ക്. അപ്പം അതുപോലെ ഒരു തരുൺ മൂർത്തി സിനിമ കാണാൻ വേണ്ടി എല്ലാരും ചെല്ലുക. ഒരു ചെറിയ സിനിമ. അതെ, ഒരു ചെറിയ സിനിമ. സിനിമ തിയേറ്ററിൽ കാണുമ്പോ നമുക്ക് കണ്ടിട്ടാവുന്നുണ്ട്. അതാണല്ലോ വലിയ കാര്യം. 2.5 മണിക്കൂർ എന്ന് കിട്ടുന്നു. അത് ചെറുതാണോ വലുതാണോ അല്ലല്ലോ പ്രശ്നം. അതാണ് തിയേറ്ററിൽ നമ്മൾ കൊടുക്കുന്ന കാശ്. അതെ, നമുക്ക് അന്നേരം എന്താണ്. ഇപ്പൊ എന്തായാലും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ മോഹൻലാൽ ശോഭനെ കാണുക എന്ന് പറഞ്ഞാൽ അതെ, ആ കോംബോ തിയേറ്ററിൽ പോയി വീണ്ടും ഒരിക്കൽ കൂടി ആ കോംബോയെ കാണുക, അതും വലിയൊരു സന്തോഷമാണ്. ഇപ്പൊ എന്തായാലും പടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പം 25-ാം തീയതി, ഏപ്രിൽ 25-ാം തീയതി നമുക്ക് പടം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. അതെ, നല്ലതാണെങ്കിൽ വിജയിപ്പിക്കുക. അതെ, വിജയിപ്പിക്കുക. ഞങ്ങൾ എന്തായാലും അടുത്ത വീഡിയോയുമായി സിനിമാ കൊട്ടയിൽ കൊണ്ടുവരാം. അതായിരിക്കും ബൈ.